ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി എക്കാലം സ്വീകരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. എന്താണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇന്ത്യക്കെതിരായിട്ടുള്ള, ഇന്ത്യൻ സൈന്യത്തിനെതിരായുള്ള നിലപാടുകൾ തുടർച്ചയായി ആവർത്തിക്കുന്നത്? രാഹുൽ ഗാന്ധി സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നും. രാഹുൽ ഗാന്ധിയുടെ പല പ്രസ്താവനകളും അങ്ങനെയാണ്. രാജ്യദ്രോഹപരമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് രാജ്യത്തിൻ്റെ അതായത് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പോയി രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് പാകിസ്ഥാൻ നമ്മുടെ എത്ര എയർ ജെറ്റുകളാണ് ആക്രമിച്ചിട്ടത് എന്നതാണ് രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത്. ബാക്കി വിഷയങ്ങളൊന്നും രാഹുൽ ഗാന്ധി 26 പേരുടെ ജീവൻ പോയതോ ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെ വിഷയമല്ല. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ ചെന്നിരുന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള വാക്കുകൾ നാക്കുപിഴയായിരിക്കാം ചിലപ്പോൾ. അത്തരത്തിലുള്ള വാദങ്ങൾ അദ്ദേഹം പറയുക, അങ്ങനെ നിരന്തരം രാജ്യത്തെ അപമാനിക്കുക, മോദിയെ അപമാനിക്കുക, മോദിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവൻ ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ പോലും ഒരു മികച്ച പ്രതിപക്ഷ നേതാവിൻ്റെ രീതിയിൽ അദ്ദേഹം പെരുമാറിയിട്ടോ പ്രവർത്തിച്ചിട്ടോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അലഹബാദ് കോടതിയിൽ നിന്ന് കൃത്യമായ തിരിച്ചടി, ശരിക്കും പുലിവാല് പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവെന്ന പ്രിവിലേജ് ഈ കേസിൽ കിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് ഈ കേസിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഈ ഉത്തർപ്രദേശിലെ ഒരു വിചാരണ കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ കുറ്റം കണ്ടെത്തുകയും രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ് എന്ന് ഈ ഉത്തർപ്രദേശിലെ വിചാരണ കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് എതിരായി രാഹുൽ ഗാന്ധി ഹൈക്കോടതിയെ സമീപിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞ 2 കാര്യങ്ങൾ: ഒരെണ്ണം, എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം; 2, ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നെ നേരിട്ട് ഹാജരാവാൻ പറയരുത്. ഇത് രണ്ടുമായിരുന്നു കോടതിയോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് രണ്ടും കോടതി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഹാജരാകണം എന്നുള്ള നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തു. അതായത് 2022 ജോഡോ യാത്രയിൽ, ഭാരത് ജോഡോ യാത്രയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്, നിങ്ങൾ ആരും ബാക്കി കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. ചൈന നമ്മുടെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതിനെ കുറിച്ചോ നമ്മുടെ ഇന്ത്യൻ സൈനികരെ തല്ലിച്ചതയ്ക്കുന്നതിനെ കുറിച്ചോ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ചൈന ഇത്രയൊക്കെ നമ്മുടെ സൈനികരെ വലിയ രീതിയിൽ ഉപദ്രവിച്ചിട്ടും നമ്മുടെ സൈനികരെ തല്ലിച്ചതച്ച് അവരെ പരുവമാക്കിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്നതാണ് ചോദ്യം. അന്ന് ഗാർവാങ്ങിൽ ഇത്തരത്തിലൊരു പ്രശ്നം നടന്നപ്പോൾ തന്നെ ചൈനീസ് മാധ്യമങ്ങൾ തന്നെ പറഞ്ഞതാണ് അവരുടെ ഒരുപാട് ഭടന്മാർ മരിച്ചു, അത് എത്രയാണ് എന്ന് അവർ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതുപോലും അവർ പോലും പറയാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കോടതി പറഞ്ഞു, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് രാജ്യത്തിനെതിരായുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാകരുത്. പ്രത്യേകിച്ച് സൈനികരുടെ മനോവീര്യം കെടുത്തുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാട് കോടതി സ്വീകരിച്ചു. സത്യത്തിൽ ഇത് രാഹുൽ ഗാന്ധി എന്താ വടി കൊടുത്ത് അടി വാങ്ങിച്ചതല്ലേ? ശരിക്കും അങ്ങനെ പറയണം. കാരണം രാഹുൽ ഗാന്ധി പറയുന്ന കാര്യമാണ്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ശരിയാണ്. ഒരു പൗരൻ എന്ന നിലയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്തും ചോദിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് സ്വന്തം രാജ്യത്തെ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനോ അവരുടെ പ്രവർത്തനങ്ങളെ അവമതിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാകരുത്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഗാൽവൻ സംഘർഷം, ഈ ഗാൽവനിൽ സംഘർഷം ഉണ്ടായ എന്താണ്? അവിടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന ചൈനീസ് പട്ടാളവും ഇന്ത്യൻ പട്ടാളവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഏറ്റുമുട്ടുന്നു. അവർ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല, കൈകാങ്കളി നടത്തുകയാണ് ചെയ്തത്. അതിൽ തന്നെ താരതമ്യേന ഇപ്പോൾ ഇന്ത്യൻ സൈനികരുടെ ഒരു ശാരീരികക്ഷമതയും ചൈനീസ് സൈനികരുടെ ശാരീരികക്ഷമതയും നോക്കിയാൽ നമുക്കറിയില്ല. അവർ കുറച്ച് കുള്ളന്മാരൊക്കെ ആയിരിക്കും, നമുക്ക് അവരെ പെട്ടെന്ന് നേരിടാൻ കഴിയും. അങ്ങനെ നമുക്ക് വലിയ ആധിപത്യം ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിലൊക്കെ സംഭവം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, അതിൻ്റെ പ്രദേശങ്ങളൊക്കെ ചൈന പിടിച്ചെടുക്കുകയാണ്. ഈ ചൈനയുടെ കൂടെ ഈ രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അക്കാര്യം രാജ്യം ഭരിക്കുന്ന സർക്കാരിനോട് ചോദിക്കാത്തത്? അപ്പോൾ ഇങ്ങനെ പിടിച്ചെടുത്തു എന്ന്
ആരാണ് പറയുന്നത്? രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ്. ഇത് സർക്കാർ അംഗീകരിച്ചോ? ഒരാളും അംഗീകരിച്ചിട്ടില്ല. എന്നിട്ട് ചൈന പോലും പറയുന്നില്ല ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്ന്. അതെ, എന്നിട്ട് പോലും പറയാണ് ഇന്ത്യ അത് പിടിച്ചെടുത്തും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കുറേ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത് സർക്കാർ പറയാത്തത്? അപ്പോൾ രാജ്യത്തിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ 2022 ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള അപകീർത്തികരമായ സൈന്യത്തെ അപമാനിക്കുന്ന ഈ പരാമർശം നടത്തിയത്. അതുകൊണ്ടാണ് ലക്നൗ കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് വന്നത്. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് തുല്യമായ നിലപാടാണ് താൻ സ്വീകരിച്ചതെന്നും താൻ ശിക്ഷിക്കപ്പെടുമെന്നും. അതുകൊണ്ട് പറയുകയാണ്, എന്നെ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടരുത്, ഞാൻ വരികയില്ല. മാത്രമല്ല രാഹുലിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് സൈന്യത്തെയും അതിലെ അംഗങ്ങളുടെയും ഒക്കെ ആത്മവീര്യത്തെ, മനോവീര്യത്തെ കുറയ്ക്കുന്ന നിലപാടാണ്, നടപടിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രാഹുൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അഹമ്മദാബാദ് കോടതി നൽകുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് രാഹുൽ ചിന്തിക്കുന്നതിനപ്പുറമാണ്. നമ്മളുടെ ഒരു പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ ദേശസ്നേഹം എല്ലാവർക്കിടയിലും ഉണ്ടാകുന്നു, നമ്മൾ തിരിച്ചടി കൊടുക്കും. ഈ തിരിച്ചടി കൊടുക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് നമ്മുടെ എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു, നമ്മുടെ എത്ര സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഗാർഗെ ഉൾപ്പെടെ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ തട്ടിപ്പാണെന്നാണ്. അതെ, അപ്പൊ ഇത്തരത്തിലുള്ള നിലപാട് വിവരദോഷികളായ കോൺഗ്രസ്സുകാരാണ് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് പുച്ഛം തോന്നുന്നത്. ഇവർ ചുമ്മാതല്ല ഇദ്ദേഹം ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉള്ള കാലം ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും ഭാവി പ്രധാനമന്ത്രി, യുവ പ്രധാനമന്ത്രി എന്നാ പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ എന്താ, ഏതൊരു രാജ്യവും മറ്റൊരു രാജ്യവുമായി ഏറ്റുമുട്ടുകയോ ശത്രുതാപരമായ മനോഭാവം സ്വീകരിക്കുകയോ ചെയ്താൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് രാജ്യ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞതാണ്, രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത്. അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഈ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കക്ഷിഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി 7-8 സംഘങ്ങളായിട്ട് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഈ സംഘം വിദേശ രാജ്യങ്ങളിൽ പോയത്. അപ്പോഴും കോൺഗ്രസിന്റെ അംഗങ്ങളുണ്ട്. ശശി തരൂർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്, അസുദ്ദീൻ ഒവൈസി ഉണ്ട്, ഒവൈസി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്, ജോൺ ബ്രിട്ടാസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, കനിമൊഴി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടും രാഹുൽ ഗാന്ധിയുടെ നിലപാട് സൈന്യത്തെ കുറ്റപ്പെടുത്തുക, ചൈനയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. കാരണം കാലാകാലങ്ങളായിട്ടും ചൈനയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഇന്ത്യക്ക് നേരെ അവരൊരു ഭീഷണിയുമായിട്ട് വന്നത്. ഇന്ത്യൻ സൈന്യം കൃത്യമായ നിലപാടെടുക്കുകയും അതിനുശേഷം ബ്രിക്സ് ഉച്ചകോടിയിൽ നമ്മൾ ശക്തമായ നിലപാട് പരസ്യമായി പറയുകയും ചെയ്തപ്പോൾ ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിങ് പിന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയ്ക്ക് വന്ന് കാണേണ്ട സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തുന്നു, ആശ്ലേഷിക്കുന്നു. അങ്ങനെയാണ് അതിർത്തിയിലെ ഈ മഞ്ഞുരുക്കം സംഭവിക്കുകയും ഡെപ്സാങ്, ഡെംജോങ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിന് പട്രോളിങ്ങിനുള്ള അനുമതി ചൈന നൽകുന്നത്. ചൈന അനുമതി നൽകിയെന്ന് പറഞ്ഞാൽ അവരുടെ സൈന്യത്തെ പിൻവലിക്കുന്നതാണ്. ഈ നിലപാടൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും ഇന്ത്യൻ സൈന്യത്തെ കുറ്റപ്പെടുത്തുന്നു, ഭാരതത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. അരുണാചലിൻ്റെ കുറേ പ്രദേശങ്ങൾ ചൈന നോട്ടം വിട്ടു, അത് എത്രയോ കാലമായി നോട്ടം വിടുന്നതാണ്. പക്ഷേ നമ്മളുടെ സൈന്യം കണ്ണിൽ എണ്ണയൊഴിച്ച് അവിടെ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് ചൈനയ്ക്ക് യാതൊരുവിധ മുന്നേറ്റവും നടത്താൻ കഴിയാത്തത്. അവിടെ റോഡുകൾ പോലും നിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ. പക്ഷേ കാലം മാറി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുന്നു, BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുന്നു. അപ്പോൾ നമ്മളവിടെ പുതിയ റോഡ് നിർമ്മിക്കുന്നു. എന്തിന്? പാറ്റൻ ടാങ്കുകൾക്ക് മലമുകളിലേക്ക് കയറി പോകാൻ കഴിയുന്ന വിശാലമായ റോഡുകൾ വരെ നിർമ്മിക്കുന്നു. അപ്പോഴും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ സൈന്യത്തെ കുറ്റപ്പെടുത്തി, രാജ്യത്തെ അപകീർത്തിപ്പെടുത്തി ലോകത്തിന് മുന്നിൽ സ്വയം അപഹാസ്യനായി മാറുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസ്സുകാർ അടക്കം പറയുന്നുണ്ട്, പരസ്യമായിട്ടുള്ള രഹസ്യമായി പലരും പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ ശാപം. കാരണം ഈ ഇടയ്ക്ക് ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ കണ്ടു. ചൈനയുടെ ചില ഡ്രോണുകളെ ഇന്ത്യയുടെ ചില ഡ്രോണുകളുമായി അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഈ ആയുധ നിർമ്മാണത്തിൽ ചൈനയെ മറികടക്കാൻ ഒരിക്കലും ഇന്ത്യക്ക് കഴിയില്ല. അത്രത്തോളം വലിയ രീതിയിലാണ് ചൈനയുടെ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാജ്യസ്നേഹിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളാണ് പലപ്പോഴും ശത്രുക്കളെ നിലംപരിശാക്കുന്നത് എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി പൂർണ്ണമായും ഇന്ത്യക്കാരനല്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഈ പകുതി ചൈന സ്നേഹം, പകുതി ഇറ്റലി സ്നേഹം, പകുതി അമേരിക്കൻ സ്നേഹം, പകുതി പാകിസ്ഥാൻ, ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു ചെറിയ ശതമാനം ഇന്ത്യൻ സ്നേഹമുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി വിചാരിച്ചു, ഗാന്ധി കുടുംബമല്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും എയറിൽ കയറുന്നതിനോടൊപ്പം തന്നെ ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും, എന്നാൽ പിന്നെ ഞാൻ 4 വാക്കങ്ങ്
സൈനികർ, ഇദ്ദേഹം ഈ ഓടുമ്പോഴും ഈ സൈനികർ ഇന്ത്യയുടെ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭീകരർ നുഴഞ്ഞു കയറാതെ ഇവരെ പോലുള്ളവരെയൊക്കെ സംരക്ഷിക്കുന്നത് എന്നത് ഓർക്കാതെയാണ് നമ്മുടെ സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അത് കോടതി കൃത്യമായി രാഹുൽ ഗാന്ധിയെ എന്താ പറയുക പിടിച്ച് ഉലച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ട് വരും എന്ന് തന്നെയാണ് കോടതി ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ലക്നൗ ഹൈക്കോടതിയുടെ ഈ സമൻസിനെതിരായുള്ള ഹർജിയാണ് അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയത്. ആ ഹർജി ആണ്ട് തള്ളിയതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടി കിട്ടി. എന്തായാലും രാജ്യത്തിനെതിരെ സൈന്യത്തിനെതിരെ നിലപാട് സ്വീകരിക്കരുതെന്ന് കോടതി കടുത്ത ഭാഷയിൽ രാഹുലിനോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് നേതാക്കളും മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം അതിനനുസരിച്ച് നിലപാട് മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനിയെങ്കിലും രാഷ്ട്രം എന്നുള്ള ഒറ്റ ചിന്തയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ ഈ കോൺഗ്രസ്സുകാരെ ഈ വിധി പ്രേരിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ? തീർച്ചയായിട്ടും.